എക്സ്ക്യൂസ് മീ സാർ, എക്സ്ക്യൂസ് മീ. ഏതൊരു സാഹചര്യത്തിലും ഒരു വാക്ക് പറയാൻ ആരംഭിക്കുന്നത് മാന്യന്മാരുടെ ശൈലിയാണ് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞുകൊണ്ട് പറയാനുള്ളത്. ഓക്കെ, അറബിക് യൂണിയുടെ ഡെയിലി ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് എക്സ്ക്യൂസ് മീ എന്നതിൻ്റെ പ്രസൻറ്റേഷൻ അറബിയിൽ എങ്ങനെയാണെന്നാണ്. സാധാരണ പറയാറുള്ള ഒരു വാക്ക് ലൗ സമഹ്ത് എന്നാണ്. ഒന്ന് പറഞ്ഞു നോക്കൂ, ലൗ സമഹ്ത്. അവിടെ ഹ ആണ്, ഹ അല്ല എന്ന് ഓർത്തിരിക്കുക. ലൗ സമഹ്ത് സർ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലൗ സമഹ്ത് യാ ഷേഖ്, അതല്ലെങ്കിൽ ലൗ സമഹ്ത് യാ സയ്യിദ്. ഒരു മേഡത്തോടാണ് നിങ്ങൾ ഡയറക്റ്റ് പറയുന്നതെങ്കിൽ ലൗ സമഹ്ത് യാ സയ്യിദ, ലൗ സമഹ്ത് യാ സയ്യിദ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലൗ സമഹ്ത് എക്സ്ക്യൂസ് മീ എന്നാണ്. ഒരു വാക്ക് പറയാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്കിത് എപ്പോഴും പറയാവുന്നതാണ്. ഇനി ഇതിൻ്റെ തന്നെ ഒരു രണ്ട് ആംഗിളിലുള്ള മറ്റ് രണ്ട് പദങ്ങളെയും കൂടി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കാം. എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നതിന് പകരം അറബിയിൽ ലൗ സമഹ്തിന് പകരം മഅ്ദിറത്തൻ എന്ന് കൂടി പറയാം. അത് ഒരു ക്ഷമാപണം ശരിക്കും അർഹമായ സ്ഥലത്തെ അങ്ങനെ പറയേണ്ടതുള്ളൂ. മഅ്ദിറത്തൻ എന്ന് പറയാം. അതേപോലെ തന്നെ നിങ്ങളൊരാൾ സംസാരിച്ചു കൊണ്ടിരിക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ സംസാരം കട്ട് ചെയ്തുകൊണ്ട് പറയാനാണ് നിങ്ങൾ അത്യാവശ്യമായി പറയുന്നതെങ്കിൽ എക്സ്ക്യൂസ് മീക്ക് പകരം മഅലേഷ് എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് സംസാരിക്കാം. മഅലേഷ്യ യാ അമ്മി, മഅലേഷ്യ ഷേഖ് എന്ന് പറയുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ മൂന്ന് ആംഗിളിലും നിങ്ങൾക്ക് പറയാമെങ്കിലും ഇതിന് ഏറ്റവും നല്ലത് എക്സ്ക്യൂസ് മീക്ക് പകരമായി നിൽക്കുന്ന ഒന്ന്, ഏറ്റവും നല്ലത് ഏതാണ്? ലൗ സമഹ്തി എന്നാണ്. ഓക്കെ, അതുപോലെ അർജൂക്ക് എന്നും പറയാറുണ്ട്. അത് തുടക്കത്തിൽ പറയാറില്ല. അർജൂക്ക് യാ സയ്യിദ് എന്ന് പറയാറുണ്ട്. അതും തുടക്കത്തിൽ പറയാറില്ല, സാധാരണ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയാറുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അത് നിങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരിക. ഇതിൻ്റെ ഒരു ഉപയോഗത്തിന് മറ്റൊന്നുകൂടി ഞാൻ പറയുന്നത്, ഈ സംഗതി ഇങ്ങനെയല്ല എന്ന് പറയാൻ ലൗ സമഹ്തിൻ്റെ വ്യത്യസ്ത ആംഗിൾ വേറെയുണ്ട്. ഹാദ മാ ഫി കിദ ലൗ സമഹ്ത്, ഹാദ മാ ഫി കിദ, ഇതിങ്ങനെയല്ല ലൗ സമഹ്ത്, എക്സ്ക്യൂസ് മീ സാർ ഇതിങ്ങനെയല്ല എന്നിങ്ങനെ വിനയം കാണിക്കുവാൻ ദയവായി ശ്രദ്ധിക്കൂ എന്ന് പറയാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് എന്നത് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ വ്യത്യസ്തമായ ആംഗിളിലുള്ള പഠനങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം. കൂടുതൽ അറിവും കൂടുതൽ പരിശീലനവും നേടുന്നതിന് വേണ്ടി അറബിക് യൂണിയുടെ വാട്സപ്പ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ശുക്രൻ ലക്കും. السلامة.